ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ പലർക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത സോളോ 100 ക്രോഡ്സ് എന്ന നേട്ടം നസ്ലിൻ നേടുന്നത് 23-ാം വയസ്സിലാണ്. മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു മിന്നായം പോലെ തെളിഞ്ഞു മാഞ്ഞു പോയ പയ്യനിൽ നിന്നും തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന നീണ്ട വേഷത്തിലേക്കും മലയാള സിനിമയുടെ മുൻനിര താരനിരയിലേക്കും വളരെ പെട്ടെന്ന് എത്തിയതും സിനിമയുമായുള്ള കുടുംബ ബന്ധം കൊണ്ടോ സുഹൃത്ത് ബന്ധം കൊണ്ടോ അല്ല, കഴിവും അധ്വാനവും കൊണ്ട് മാത്രം തന്നെയാണ്. അതെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന് വേണമെങ്കിൽ പറയാം. യൂത്തൻ കഥകളും കഥാപാത്രങ്ങളും ട്രെൻഡായ മലയാള സിനിമയ്ക്ക് തുടരെ വെരി റിലേറ്റബിൾ നസ്ലിൻ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ആശ്വാസമായിരുന്നു. പ്രേമലു ബോക്സ് ഓഫീസ് കത്തിച്ചു കയറിയതോടെ മോഹൻലാലിനു ശേഷം സോളോ ഹിറ്റിലേക്ക് നായകനായി മാറിയ 23-കാരൻ പ്രായഭേദമന്യേ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തു. യൂത്തുകൾക്ക് നെക്സ്റ്റ് സൂപ്പർ താരം എന്ന എക്സ്പെക്റ്റേഷനും ആയി. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം കളക്ഷൻ കുതിച്ചതോടെ വീണ്ടും താരമൂല്യം ഉയർന്നു. ഇടയ്ക്ക് ചില പരാമർശങ്ങൾ പല രീതിയിലും വരാൻ ഉടൽ എടുത്തു എങ്കിലും നസ്ലിൻ എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തെ അത് വലുതായി ബാധിച്ചില്ല. പ്രേമലു 2-ന്റെ ചില റൂമറുകൾ പരക്കുന്നു എങ്കിലും അതിൽ വലിയ പ്രശ്നം കണ്ടെത്താനൊന്നും പ്രേക്ഷകർക്ക് തന്നെ ആയിട്ടില്ല. ഗോസിപ്പുകൾ വരും പോകും, പക്ഷേ നസ്ലിൻ എന്നൊരു താരവും നടനും പ്രേക്ഷക മനസ്സുകളിൽ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇനി വരാനും ഒത്തിരി ചിത്രങ്ങൾ നസ്ലിൻ ഉണ്ട്. അതെല്ലാം ലോജിക് ആൻഡ് റിലേറ്റബിൾ ആണെങ്കിൽ നസ്ലിൻ എന്ന നായകൻ എന്നതുകൊണ്ടും ചിത്രം തിയേറ്ററുകൾ കത്തുക തന്നെ ചെയ്യും. അതുവരെ ഉള്ളൂ ഈ റൂമറായാലും ഗോസിപ്പായാലും നെഗറ്റീവായാലും. കാരണം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചത് അല്ല നസ്ലിൻ എന്നൊരു താരം. അത്രത്തോളം പ്രേക്ഷക മനസ്സിൽ പ്രീതിയുണ്ട് നസ്ലിൻ്റെ. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.